ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കോടതിയിൽ നമ്മുടെ കിരണിനെ വക്കീല് വലിച്ചു കീറുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. വേലുവാണ് കൊല ചെയ്തതെന്നും കിരൺ തല്ലിച്ചതച്ചതും അതുപോലെ തന്നെ കൂട്ടുനിന്നത് രതീഷാണെന്നും പറഞ്ഞ് 1, 2, 3 പ്രതികളാക്കി മാറ്റുകയാണ്. എന്തായാലും ഈ ദീപയെ കൊന്നതിന് ശേഷമാണ് കിരണിന് ഇവനെ കൊല്ലാനുള്ള വൈരാഗ്യം കൂടിയതെന്നും ഒക്കെയാണ് ആ വക്കീൽ അവിടെ വാദിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ആ വക്കീൽ അവിടെ ചെന്നിരിക്കുമ്പോൾ നവീൻ ഈ പോലീസിനെ വിസ്തരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയെ വിളിച്ച് ചോദ്യം വിസ്തരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാർത്തികയാണെങ്കിൽ ഗംഗപ്രസാദ് വളരെ ചെറുപ്പത്തിലെ മുതൽ എങ്ങനെയായിരുന്നു, അതായത് അവളുടെ അമ്മ അവന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും അവൻ എങ്ങനെയാണ് ഇങ്ങനെ കുറ്റവാളിയായി മാറിയതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ആ കോടതിയിൽ പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ പോലീസിനെ വിസ്തരിക്കുകയാണ്. പോലീസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വേലുവിനെ തല്ലിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇല്ല എന്ന് കള്ളം പറഞ്ഞിട്ട് പിന്നീട് വേലുവിനോട് ചോദിക്കുമ്പോൾ വേലു തല്ലി എന്ന് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ തല്ലിയിട്ട് അവനെ കൊണ്ട് ഈ കുറ്റം ഏറ്റെടുപ്പിക്കുകയായിരുന്നു, അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയം അല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷം അല്ല, നിങ്ങൾ പറയുന്നത് ശരി, അപ്പോ ആ ബോഡി എന്ത്, ഇവർ കൊന്നു എന്ന് പറയുന്ന അവന്റെ ആ ബോഡി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ വക്കീല് പോലീസിനോട് വീണ്ടും. അപ്പൊ പോലീസ് പറയുകയാണ്, ഞാൻ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചില്ല, കാരണം ഇവർ കൊന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ കേസ് അവിടെ അവസാനിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ അവരെ നോവിച്ചിട്ട് ബോഡി എവിടെയെന്ന് ഞാൻ അന്വേഷിച്ചില്ല, ഞാൻ ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഉപദ്രവിച്ചു എന്ന് സമ്മതിക്കുന്നില്ലേ എന്നിങ്ങനെ അങ്ങനെ നമ്മുടെ പോലീസ് പറയാതെ പറഞ്ഞു പോവുകയാണ് അവരെ ഉപദ്രവിച്ച കാര്യം. അങ്ങനെ അതിനുശേഷം ഈ നവീൻ പറയുന്നുണ്ട്, നവീൻ വക്കീൽ പറയുകയാണ്, നിങ്ങൾ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ്. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അവർ തല്ലിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വലിയൊരു ഇരുമ്പ് വടി കൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്നിട്ട് എന്ത് എന്ന് ചോദിക്കുകയാണ്. അതവിടെയുണ്ട്. അപ്പോൾ ആ സമയം എന്നാ നിങ്ങൾ കേട്ടോ, ആ ഇരുമ്പ് വടിയിൽ പതിഞ്ഞിട്ടുള്ള വിരലടയാളം ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പ്രകാരം അത് നമ്മുടെ വേലുവിന്റെ കൈകളല്ല എന്ന് പറയുന്നത് കേട്ടിട്ട് പോലീസ് വാ തുറന്ന് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കിരണും വേലുവും രതീഷും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും അവർക്കും അറിയണം ആരാണ് തല്ലിയതെന്ന് അവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അവരങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പോലീസ് പറയുകയാണ്, നിങ്ങൾ ഏതൊരു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും, വക്കീൽ പോലീസിനോട് പറയാണ് കേട്ടോ, ഏതൊരു സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അവിടെ കേസ് ഏറ്റെടുക്കും, ആത്മാർത്ഥത കാണിക്കും, എന്നിട്ട് മറ്റുള്ള മേലുദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷണമൊക്കെ നടത്തും. അതിനുശേഷം ഏതെങ്കിലും ഒരു പാവം പിടിച്ച ഒരാളുടെ തലയിൽ ആ കേസ് അങ്ങ് കെട്ടിവെക്കും. അതുപോലെ തന്നെ ഇല്ലാത്ത കുറെ തെളിവുകളും അയാളുടെ തലയിൽ കെട്ടിവെക്കും. അതല്ലേ നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, എൻ്റെ സർവീസിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ അതൊക്കെ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പോലീസിനെ നിർത്തിപ്പൊരിക്കുകയാണ് വക്കീല് ചെയ്യുന്നത്. പോലീസ് നല്ല സത്യസന്ധമായി അന്വേഷിച്ച ഒരു കേസ്, ഇതുവരെയും ഒരു തെറ്റിലൂടെയും പോകാതെ എല്ലായിടത്തും ആത്മാർത്ഥമായി കേസ് കണ്ടെത്തി പ്രതികളെ കൊണ്ടുവന്നിരുന്ന ആ പോലീസിനെയാണ് കിരണിന് വേണ്ടിയിട്ട് ഈ നവീൻ കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് അവനെ, ആ പോലീസിനെ ആ കോടതി മുറിയിൽ വെച്ച് നാണം കെടുത്തുന്നത്. അവൻ ഒരു കൊള്ളരുതാത്ത പോലീസാണെന്ന് പറഞ്ഞ് അങ്ങനെ വാദിക്കുകയാണ്. അങ്ങനെ അത് കേട്ട് സഹിക്കാനാവാതെ ആ പോലീസ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ കോടതിയിൽ ജഡ്ജി ഇവർക്ക് 3 പേർക്കും താൽക്കാലികമായി ജാമ്യം അനുവദിക്കുകയാണ്. എന്തായാലും കേസ് പിന്നീട് കൂടാനും അതുപോലെ തന്നെ ബോഡി എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പോലീസിനോട് ഈ പറയുന്ന CI മാർട്ടിനോട് കണ്ടെത്തിയാനും ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ തല്ലിയതിനെതിരെ മാർട്ടിന് നല്ല താക്കീത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കോടതിയിലെ ജഡ്ജി. അങ്ങനെ അതിനുശേഷം മാർട്ടിൻ എല്ലാവരെയും കണ്ണു തുറപ്പിച്ച് കാണിച്ച് പകയോടുകൂടി തന്നെ അവിടെ നിന്നും ജീപ്പിൽ കയറി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നവീന്
ഈ കിരണും സംസാരിക്കുകയാണ്. അപ്പൊ നവീൻ പറയുന്നുണ്ട്, എന്തായാലും ആ മാർട്ടിന് നമ്മളോടൊക്കെ നല്ല പക വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പേടി എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അപ്പൊ നവീൻ പറയുന്നുണ്ട്, അതിലൊന്നും കാര്യമാക്കണ്ട, കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് ഊരിപ്പോരണമെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം പറയേണ്ടി വരും, അതൊക്കെ അവിടെ കഴിയണം, അത് അങ്ങനെ ഏറ്റെടുക്കാന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രകാശന് ഹോസ്പിറ്റലിൽ അങ്ങനെ നിൽക്കുകയാണ്. കല്യാണിയുടെ ഐസിയുയിൽ അവിടുന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഏതു നേരവും കിരണേട്ടൻ എന്തിയെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണി. അപ്പൊ അത് സഹിക്കാൻ പറ്റുന്നില്ല പ്രകാശൻ പറയുന്നുണ്ട്, അവരോട് പറയാണ്, കാദംബരിയോടൊക്കെ, ഞാൻ എപ്പോ ചെന്ന് കഴിഞ്ഞാലും കിരണിനെയാണ് കല്യാണി ചോദിക്കുന്നത്, എന്താ ഞാനിപ്പോ പറയാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് നമ്മുടെ കിരൺ എത്തുകയാണ്. കിരൺ കല്യാണിയെ കാണുന്നുണ്ട്. എന്തായാലും കല്യാണിക്ക് നല്ല പേടിയുണ്ട്, കിരണിനെ അറസ്റ്റ് ചെയ്തു, ആ മാർട്ടിൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു പേടി കല്യാണിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കിരണിനെ കാണുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രസേനോട് ഒക്കെ പറയുകയാണ് കിരൺ. അങ്ങനെ ആ സമയം നവീനെ ഇനിയും കേസ് കൂടേണ്ട സമയമുണ്ടല്ലോ, അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന പോലീസ് ആണെങ്കിൽ ഡെഡ് ബോഡി എവിടെ എന്നുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ, അതായത് ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിച്ചത് ആരാണെന്നുള്ള സത്യം അത് പുറത്തു കൊണ്ടുവരികയാണ്. അത് ഫോറൻസിക് റിപ്പോർട്ടിൽ അറിയാലോ ആ വിരലടയാളം ആരുടേതാണെന്നുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥ കൊലയാളി ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോലും അത് ഒന്നും വകവയ്ക്കാതെ അങ്ങനെ നിൽക്കണം. മനോഹറാണെങ്കിൽ അത് പക്ഷെ അത് അറിയുന്നുമുണ്ടാകില്ല. എന്തായാലും കേസൊക്കെ ഒത്തുതീർപ്പായി, കേസൊക്കെ എന്തായാലും അനുകൂലമായി തന്നെയാണ് കിരണിനൊക്കെ വിധി വരുന്നത്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയുവിനെയാണ് പിന്നെ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സരയുവിന്റെ മനസ്സിലിരിപ്പ്, സരയുവിന്റെ ഉദ്ദേശങ്ങളൊന്നും തന്നെ ആരും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്താണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത്. കാരണം തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കൊന്നത്, തനിക്ക് വേണ്ടി ജീവിച്ച അച്ഛനെ കൊന്നത് കിരണാണെന്ന് സരയു മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ തല്ലിച്ചതച്ച് കാടിനുള്ളിൽ ഇട്ടിരുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ സരയുവിന് എന്തായാലും കിരണിനെ സ്വന്തമാക്കണം. അത് തന്റെ അച്ഛന്റെ ആഗ്രഹമാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് ഇനി കല്യാണിയെ അപകടപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സരയു തന്നെ ആയിരിക്കും. അതേസമയത്ത് വിക്രമാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ വിക്രവും ഈ പറയുന്ന പെങ്ങന്മാരെ ഉപദ്രവിക്കാനൊക്കെ നടക്കുമ്പോൾ ആ സമയം പ്രകാശൻ തന്നെയായിരിക്കും നമ്മുടെ ഈ വിക്രത്തിനെ തല്ലുന്നതും. അതുപോലെ തന്നെ സ്വന്തം മകൾക്ക് വേണ്ടി വിക്രത്തിനെ കൊന്ന് അയാൾ ജയിലിലോട്ട് പോകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നമുക്ക് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ മൗനരാഗത്തിന്റെ ക്ലൈമാക്സ് അടിപൊളി തന്നെ ആയിരിക്കും. എല്ലാവരും ആഗ്രഹിച്ച പോലൊരു ഭാഗം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ശത്രുക്കളെയൊക്കെ ഒതുക്കി അവർക്ക് സന്തോഷമായിട്ടുള്ള ജീവിതം തന്നെയാണ് പിന്നീട് ഉണ്ടാകുന്നത്. കല്യാണിക്ക് അടുത്ത ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട്. സരയുവിന്റെ കള്ളത്തരമൊക്കെ പിടികൂടി അവളെ അടിച്ച് പുറത്താക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗത്തിനൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.